ഉടമ്പടിയായിരുന്നു. അബ്രഹാം തന്റെ മകനോട് ചേർന്ന് അവൻ ഭരിച്ചതിന് ആദ്യമായി നിൽക്കുവാനിടയായിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹൃദയത്തിലുള്ളതായ പരിച്ഛേദനയാണ് ദൈവം അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. യഹൂദന്മാരാകട്ടെ യവനരാകട്ടെ സ്വന്തം പുറമേയുള്ള പരിച്ഛേദനയല്ല, അകമേയുള്ള പരിച്ഛേദനയാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പ്രധാനന്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഹൃദയത്തിൽ മുറിച്ചു മാറ്റേണ്ടതായ അശുദ്ധമായതിനെ മാറ്റിക്കളയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരുമ്പോഴാണ് അകമേയുള്ള പരിച്ഛേദന പ്രാപിച്ചുകൊണ്ട് ദൈവവുമായി നമ്മൾ ഉടമ്പടി ബന്ധത്തിലേക്ക് കടന്നുവരുന്നത്. യഹൂദന്മാർക്ക് ദൈവമായുള്ള ഉടമ്പടിയുടെ ഭാഗമായിട്ട് പരിച്ഛേദനയേറ്റ് അബ്രഹാം ചെയ്തതുപോലെ അവർ ചെയ്തു വരുമ്പോൾ ദൈവജനമായിരിക്കും, ദൈവമക്കളായിരിക്കും നാം ഓരോരുത്തരും ദൈവത്തോട് ചേർന്ന് ദൈവസഭയോട് ചേരുന്നത് പുറമേയുള്ള പരിച്ഛേദന മുഖാന്തരമല്ല, അകമേയുള്ള പരിച്ഛേദന മുഖാന്തരമാണ്. ഹൃദയങ്ങളിലുള്ളതായ പരിച്ഛേദന ഹൃദയത്തിൽ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാൻ, അശുദ്ധമായത് നീക്കളയുവാൻ നമ്മൾ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. അതിനുവേണ്ടി തയ്യാറാകുമ്പോഴാണ് ദൈവമായി നമ്മൾ യഥാർത്ഥമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുവാനായി. അതുകൊണ്ട് പുറമെയുള്ള കർമ്മങ്ങൾ ആചാരങ്ങളിലൊന്നുമല്ല ദൈവസഭ, പുതിയ സഭ അവൻ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് 10-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് യഹൂദന്മാർ നിമിത്തം പൗലോസ് തിമോത്തിയോസിനെ പരിച്ഛേദന കഴിക്കുവാനിടയാണ്. തിമോത്തിയോസിന്റെ അമ്മ ഒരു യഹൂദ സ്ത്രീയായിരുന്നു. എന്നാൽ അപ്പനാകട്ടെ ഒരു യവന ജാതീയപ്പെട്ടായി ഗ്രീക്കുകാരനായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജാതീയ വ്യക്തികൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിച്ഛേദന ഏൽക്കണമെന്നുള്ളതായ ഒരു തർക്കം ആ സഭകളിൽ 1-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്നതായ ഒരു കാലഘട്ടത്തിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചോദിച്ചാൽ പത്രോസും ഒക്കെ അവൻ എന്നതില്ലാത്ത വാദവും തർക്കവും യഹൂദന്മാരുമായിട്ട് പരീശന്മാരുമായിട്ടൊക്കെ ഈ വിഷയത്തോടുള്ള ബന്ധമുണ്ടായി എന്നുള്ളതൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാർക്ക് ജാതികൾ വിശ്വാസത്തിലേക്ക് സഭയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം പണ്ട് അബ്രഹാമിന് കൊടുത്തതായ ആ ഉടമ്പടി പാലിച്ചെടുക്കുക, പരിച്ഛേദന ഏറ്റുകൊണ്ട് വേണം ജാതികൾ യവനായ വിശ്വാസികൾ ദൈവസഭയിലേക്ക് കടന്നു വരുമ്പോൾ അവരെ പരിച്ഛേദന ഏൽക്കണമെന്നുള്ളത് അവരുടെ ഇടയിൽ ഒരു ചിന്ത വളർന്നു വരുവാനിടയായി. അതിന്റെ ആവശ്യമില്ല എന്ന് പത്രോസ്, യാക്കോബ് എന്നിവർ ശക്തമായിട്ട് പൗലോസും ഒക്കെ സംസാരിച്ചതാണ്. എന്നാൽ ഇവിടെ നമ്മൾ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദന്മാർ നിമിത്തം പൗലോസിന് അത് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം തിമോത്തിയോസിനെ കൂട്ടിക്കൊണ്ട് യഹൂദന്മാരുടെ ഇടയ്ക്കിലേക്ക് സനഗോഗുകളിലൊക്കെ പോയി, റോമൻ പ്രവിശ്യകളിലൊക്കെ പോയി അവരുടെ കർത്താവിന്റെ വചനം സംസാരിക്കാൻ തിമോത്തിയോസിനെ നമ്മളോടൊപ്പം ആവശ്യമുണ്ടെന്ന് പൗലോസിന് അറിഞ്ഞിട്ട് യഹൂദന്മാരുടെ എതിർപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി അവൻ സ്വന്തം പരിച്ഛേദന കഴിപ്പിച്ചു വായിക്കുന്നു. വാക്യങ്ങളിൽ 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആശയിൽ വചനം പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ പ്രക്രിയയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ച് മുസ്ലിയിലെത്തി ദുരിതത്തിലേക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. അവർ മുസ്ലിം കടന്ന് തോമാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ അരികിൽ നിന്ന്, നീ മക്കതോന്യ കടന്നു ഞങ്ങളെ സഹായിക്കാതെ നമ്മളോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മക്കതോന്യക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. മാസിഡോണിയൻ കോൾ എന്നറിയപ്പെടുന്നതായ മാസിഡോണിയയിലേക്കുള്ള പൗലോസിന്റെ വിളിയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യൂറോപ്പിന്റെ പ്രദേശം വിട്ട് ഏഷ്യയുടെ ഭാഗത്തേക്ക് പൗലോസ് കടന്നു പോവുകയാണ്. ഏഷ്യാമൈനറിന്റെ ചില ഭാഗങ്ങൾ, തന്റെ സ്വദേശം ഉൾപ്പെടുന്നതായ ചില ഭാഗങ്ങളിൽ സുവിശേഷം അറിയിക്കണമെന്ന് വലിയ അതിയായ ആഗ്രഹം പൗലോസിന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. ചെറിയ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കർത്താവിനെ കുറിച്ച് അറിയിക്കണം. മുമ്പ് ഞാൻ അവൻ ദൈവത്തിന് വേണ്ടി
വീരോടെ വാശിയോടെ നിന്നതായ സ്ഥലങ്ങൾ, കർത്താവിനെ ഉപദ്രവിച്ചതായ ക്രിസ്ത്യാനികളെ ഒഴിപ്പിച്ചതായ സ്ഥലത്ത് പോയി അതേ യേശുവിനെ ഒന്ന് പ്രസംഗിക്കണമെന്നുള്ള പൗലോസിന്റെ ഹൃദയത്തിലെ ആഗ്രഹമായിരുന്നു. എന്നാൽ പൗലോസിന്റെ ആഗ്രഹത്തെ മാനിച്ച ദൈവം ഏഷ്യ മൈനറിലെ തന്റെ ചില പട്ടണങ്ങൾ മാത്രമല്ല, ഏഷ്യ മൈനർ മുഴുവൻ സുവിശേഷം പറയുവാനുള്ളതായ ഒരവസരം പൗലോസിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊടുക്കുകയാണ്. ഞങ്ങൾ ആസിയയിലേക്ക് വരെ പ്രസംഗിക്കുവാൻ പോകുന്ന പരിശുദ്ധാത്മാവ് വിലക്കിയിട്ട് മാസിഡോണിയ എന്ന ആ ഒരു കോണ്ടിനെന്റ് മുഴുവൻ സംസാരിക്കുവാനുള്ളതായ അവസരം പൗലോസ് അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ വിലക്കുവാനാണ്. സുവിശേഷം പ്രസംഗിക്കുന്ന ഒരിക്കലും പാപമല്ല, തെരുവുകളിൽ പ്രസംഗിക്കുന്ന ഒരിക്കലും പാപമല്ല, ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുന്ന ഒരിക്കലും പാപമല്ല. എന്നിട്ട് കർത്താവിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുവാനുള്ളതായ കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അവൻ ചെയ്യുന്ന കാര്യം നോ എന്ന് പരിശുദ്ധാത്മാവിന്റെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് ദൈവത്തിന്റെ ആത്മാവിന് അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരിക്കും, പ്ലാനുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അങ്ങോട്ട് വിലക്കി മറ്റൊരു സ്ഥലത്തേക്ക് മാസിഡോണിയയിലേക്ക് പൗലോസിനെയും ടീമിനെയും അയക്കുവാനായിട്ട് ദൈവത്തിന് താല്പര്യമുണ്ടായി. അവിടെ അനേക ജനങ്ങൾ പൗലോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ പലവിധമായ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ തുടർന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വരുന്നത് വാക്യങ്ങൾ വായിച്ചാൽ കാണുവാൻ കഴിയും. അവിടെ പ്രസംഗിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പൗലോസിനെയും കൂട്ടരെയും കൊണ്ടുപോയി അവൻ പള്ളിപ്രമാണികളുടെയും ഒരു പ്രതീക്ഷന്മാരുടെയും ഒക്കെ ശാസ്ത്രമാരുടെ മുമ്പിൽ നിന്ന് വിസ്തരിക്കുവാനായി അവൻ ഹല്ലേലൂയ അതിനുശേഷമായ റോമൻ കാരാഗൃഹത്തിൽ കൊണ്ടുപോയി കൈകാലികൾ നാമത്തിലിട്ട് കൂട്ടി അവൻ ദിവസങ്ങളോട് അവിടെ കിടക്കുവാനുള്ളതായ അവൻ അവസ്ഥയിലേക്ക് ഓരോ തള്ളിവിടുന്നാൽ ദൈവം ഹല്ലേലൂയനെ വിടുവിച്ച് കൊണ്ടുവരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് കാരാഗ പ്രമാണി അവൻ മനസ്സാന്തരപ്പെട്ടു. അല്ലയോ അവൻ ദൈവപുരുഷന്മാരെ രക്ഷവായ്പാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു. കർത്താവ് അവൻ ഹല്ലേലൂയ പൗലോസിനോട് സംസാരിച്ച കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള അവൻ മാത്രമല്ല അവിടെയുള്ളതായ ഒരു അവൻ ഹല്ലേലൂയ ബ്രഹ്മകൾക്കുണ്ടായ അവൻ അതേ സ്ത്രീ രക്ഷിക്കപ്പെടുന്നതായ കാണുന്നു. 13 വിവാഹങ്ങളിൽ ശബ്ദത്തിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്തിരുന്ന് അവിടെ കുടിവന്ന സ്ത്രീകളോട് സംസാരിച്ചു. ത്വരേതര പണ്ടക്കാരത്തെയും രക്താംബരം നിൽക്കുന്നവളുമായ ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടത് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഹല്ലേലൂയ. ദൈവം അവളുടെ ഹൃദയം തുറന്നു. അവൻ മാത്രമല്ല ഒരു അവൻ ലക്ഷണവിദ്യ ഫോർച്യൂണറ്റ് ഹല്ലേലൂയ അതേ അനുഷ്ഠിക്കുന്നതായ ഫോർച്യൂണിംഗ് പറയുന്നതായ ലക്ഷണവിദ്യ പറയുന്നതായ ഒരു പെൺകുട്ടി അവൻ അനേകർക്ക് യജമാനന്മാർക്ക് ലാഭം ഉണ്ടാക്കുന്ന പെൺകുട്ടി പൗലോസിന്റെ പിന്നാലെ കൊണ്ട് ദൈവത്തിന്റെ ദാസന്മാരവർ അവൻ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ അവൻ നടന്നു. പൗലോസ് മുഷിഞ്ഞ് അവളുടെ ഭൂതത്തെ ശാസിക്കാനിടയായി അവൾ വിടുവിക്കപ്പെട്ടു. ലുദിയ അവൻ ഹൃദയം തുറന്നു രക്ഷ പ്രാപിച്ചു. അവൻ ഹല്ലേലൂയ അതേ ലക്ഷണവിദ്യ പറയുന്ന ഒരു പെൺകുട്ടി വിടുവിക്കപ്പെടുവാനിടയായി. അത് മുഖാന്തരം അനേകർ കർത്താവിലേക്ക് അവൻ ഹല്ലേലൂയ കടന്നു വരുവാനിടയായി, വിശ്വസിക്കുവാനിടയായി. കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അവൻ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളൊക്കെയും അവൻ വിടുതൽ പ്രാപിക്കുവാനിടയായി. കാരാഗ്രഹ പ്രമാണി കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായി. അങ്ങനെ അനേക അത്ഭുതങ്ങൾ അടയാളങ്ങൾ മാസിഡോണിയയുടെ പ്രദേശങ്ങളിലേക്ക് ഏഷ്യൻ കോണ്ടിനെന്റിൽ കർത്താവിന്റെ ആത്മാവ് പൗലോസിലും ടീമിലും കൂടെ ചെയ്തെടുക്കുവാനിടയായി. ലുദിയയുടെ ഹൃദയത്തെ ദൈവം അവിടെ വെച്ച് തുറക്കുകയാണ്. വചനം ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഹൃദയത്തെ തുറന്നു എന്ന് വായിക്കുന്നു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത് 44-ാമത്തെ വാക്യം, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല, ഞാൻ കൊടുക്കുന്ന നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും ദൈവത്തിലേക്ക് വരുവാൻ കഴിയുകയില്ല എന്നുള്ളത് അവൻ ഹല്ലേലൂയ വ്യക്തമാണ്. ഓരോരുത്തരും രക്ഷ പ്രാപിച്ചതിന്റെ കാരണം പൗലോസ് അവൻ ഹല്ലേലൂയ വിദ്യാലയ ഹൃദയം
ദൈവം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തുറക്കപ്പെടുവാനായ കാരണമൊക്കെ അവൻ ദൈവത്തിന്റെ ആത്മാവ് ആകർഷിച്ചതുകൊണ്ടാണ്. ദൈവത്തിന്റെ നാമോത്തൊരു ദൈവത്തിലേക്ക് കടന്നത് നമ്മുടെ ആളുടെയും അവൻ ശ്രേഷ്ഠത കൊണ്ടല്ല, നമ്മുടെ ആളുടെയും കഴിവുകൾ കൊണ്ടല്ല, നമ്മുടെ ആളുടെയും കുടുംബത്തിൻ്റെതായ മഹിമകൾ കൊണ്ടല്ല, മറിച്ച് ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണ്. പിതാവ് നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് നാം പുത്രനിൽ കൂടെ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുവാനുള്ള മഹാഭാഗ്യം നമുക്ക് ദൈവം ഒരുക്കി തന്ന ഓർത്തകർത്താവിനെ സ്തുതിപ്പാനിടയാകുക. വിധിയായ ഹൃദയത്തെ ദൈവം തുറന്നതുകൊണ്ടാണ് പിതാവ് അവളെ ആകർഷിക്കുവാൻ ഇടയാകുന്നതാണ്. അങ്ങനെ മാസിഡോണിയയിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായ ദൈവപ്രവൃത്തിയും ഓരോ ദിവസം കൂടെ ചെയ്തെടുക്കുവാനിടയായി. പരിശുദ്ധാത്മാവ് വിലക്കി എന്ന് പറയുമ്പോൾ ഏത് രീതിയിൽ വിലക്കി നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഏതെങ്കിലും വചനം തന്നെ ഹൃദയത്തിനകത്തിനകത്തുണ്ടായിരിക്കാം, അല്ല എങ്കിൽ ദർശനം നൽകിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫറ്റിക്കലായിട്ടുള്ള പ്രൊഫസി പ്രവചന സന്ദേശം കേട്ടുകൊണ്ടായിരിക്കാം. അതുമല്ല ഏതെങ്കിലും സർക്കംസ്റ്റാൻസ്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങോട്ട് പോകേണ്ട എന്നുള്ളത് വിലക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. എങ്ങനെയായിരുന്നാൽ പരിശുദ്ധാത്മാവ് തന്നെ വിലക്കി എന്ന് നമ്മൾ വായിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് തന്നെ മാസിഡോണിയയിലേക്ക് അയക്കുവാൻ വേണ്ടി പോകുവാൻ വേണ്ടി ദർശനത്തിൽ ഇടപെടുകയാണ്. അവൻ മാസിഡോണിയക്കാരനായ ഒരു പുരുഷൻ ദർശനത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കുവാൻ ഞങ്ങളുടെ അടുക്കിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഓരോസിനെ മാസിഡോണിയയിൽ കൊണ്ടുപോയി അവിടെ ദൈവത്തിന്റെ പ്രവർത്തികൾ ചെയ്തെടുക്കണം. വളരെ വ്യക്തമായ ഉദ്ദേശവും പ്ലാനും ഉണ്ടായിരുന്നു, ആഗ്രഹവും ഉണ്ടായിരുന്നു. ദർശനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് അത് തന്നോട് സംസാരിക്കുകയാണ്. മാസിഡോണിയയിലേക്കുള്ള സുവിശേഷീകരണത്തിനുള്ളതായ ഒരു വിളി അവിടെ പൗലോസിന് ലഭിക്കുകയാണ്. മാത്രമല്ല ലൂക്കോസിന്റെ അതേ തന്നോടൊപ്പം ശുശ്രൂഷയിലേക്ക്, സുവിശേഷ വേലയിലേക്ക്, മിഷണറി യാത്രയിലേക്ക് ചേർക്കപ്പെടുവാനുള്ളതായ സാഹചര്യവും ഈ മാസിഡോണിയയിലേക്ക് കടന്നുപോകുന്ന മുഖാന്തരമാണ് ലഭിക്കുവാനായ. ലൂക്കോസ് അവൻ ഡോക്ടറായിരിക്കുന്ന ലൂക്കോസ് അവൻ സുവിശേഷം എഴുതുവാനായ, അവൻ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതുവാനായ ലൂക്കോസ് ഹല്ലേലൂയ തന്നോട് കൂടെ ചേർന്നത് അവൻ മാസിഡോണിയയിലേക്കുള്ള തന്റെ ശുശ്രൂഷ വേളയിലാണ്. അങ്ങനെ ആ കർത്താവ് ദർശനത്തിൽ കൂടെ പൗലോസിനോട് സംസാരിക്കുകയെങ്കിൽ മാസിഡോണിയയിലേക്ക് കടന്നു പോകുക. ദൈവങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യത്യസ്തമായ രീതികളിൽ ദിവസങ്ങളിൽ അവൻ സംസാരിക്കുന്നുണ്ടാകാം. ചില സാഹചര്യങ്ങളിൽ കൂടെ ദൈവം നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാകാം. ദൈവത്തിന് വഴികൾ തുറന്നു മാത്രമല്ല നമ്മെ വിടുവിപ്പാൻ, അനുഗ്രഹിപ്പാൻ കഴിയുന്നത് വഴി അടച്ചും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ പ്രവൃത്തി വഴികളെ തുറക്കുന്നതാണ്, പിശാചിന്റെ പ്രവൃത്തി വഴികളെ അടയ്ക്കുന്നതാണ്. അങ്ങനെ ചിന്തിക്കുന്നത് ദൈവത്തിന് വഴി തുറന്ന് നമ്മളെ അനുഗ്രഹിക്കുവാൻ, വിടുവിപ്പാനും നമ്മോട് സംസാരിക്കാനും കഴിയും. വഴി അടച്ചും നമ്മെ അവൻ വിടുവിപ്പാൻ, നമ്മോട് സംസാരിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അവൻ സ്വന്തം ഏഷ്യയിലേക്കുള്ള വഴി അടച്ച് പരിശുദ്ധാത്മാവിനോട് അതേ പൗലോസിനോട് സംസാരിക്കാനിടയാൽ മാസിഡോണിയയിലേക്ക് പോകുവാനുള്ളതായ ആഹ്വാനമായി അത് ചെയ്യുവാനിടയാൽ. എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മണ്ഡലങ്ങൾ അടയപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതിനെക്കുറിച്ച് വ്യക്തമായ പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. അത് അടയ്ക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം. അതിലെ പ്രാർത്ഥനയിൽ അത് ദൈവത്തോട് ചോദിക്കണം. ഏതെങ്കിലും വാതിലുകൾ നമ്മുടെ മുമ്പിൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു ശ്രേഷ്ഠമായ വാതിൽ ദൈവം നമുക്ക് വേണ്ടി തുറന്നു വച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ വാതിലൂടെ അടഞ്ഞപ്പോൾ ഏത് വാതിലാണ് എനിക്ക് വേണ്ടി കർത്താവ് മറ്റൊരു ഭാഗത്ത് തുറന്നു വച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി ആ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആലോചന വെച്ച് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. ഒരു വാതിൽ ദൈവം അടച്ചാൽ ആ ദൈവത്തിന് 7 വാതിൽ നമുക്ക് വേണ്ടി പിന്നെ അവൻ തുറക്കുവാൻ കഴിയും. ഒരു വാതിൽ അടയപ്പെട്ടാൽ 9 വാതിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെടുവാനിടയാകും. ആ ദൈവത്തിന് അവൻ അടയ്ക്കുമ്പോൾ അതിനൊരു പദ്ധതിയുണ്ട്. ശ്രേഷ്ഠമായ ദൈവം നമുക്ക്
നമുക്ക് വേണ്ടി തുറക്കുന്നവനാണ്. ദൈവത്തിന്റെ ആത്മാവ് പല സാഹചര്യങ്ങളിൽ കൂടെ, പല സന്ദേശങ്ങളിൽ കൂടെ, പല അനുഭവങ്ങളിൽ കൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വിളിയും അവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ശക്തമായി പ്രയോജനപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നതായി നമുക്ക് ദൈവത്തിന്റെ വിളിയെക്കുറിച്ച് കൊടുക്കാം. ഹല്ലേലൂയ. അങ്ങനെ പ്രൈസ് ദി ലോർഡ് മാസിഡോണിയയിലേക്ക് കടന്നുപോയി. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഞങ്ങൾ തോമാസിലുള്ള കപ്പലിലേക്ക് നേരെ അവൻ സമുദ്രത്തിലേക്കും പിന്നാൾ നവക്കലിക്കും അവിടെ നിന്ന് ഫിലിപ്പിലേക്കും ചെന്നു. ഹല്ലേലൂയ. ഫിലിപ്പ് എന്ന് പറയുമ്പോൾ മാർക്ക് ആന്റണിയും ഹല്ലേലൂയ അതേ മറ്റ് വയസ്സും 4 അതേ അലക്സാണ്ടറിന്റെ വയസ്സോട് പടയാളികളായിരുന്നു. അവർ 4 റോമൻ പ്രൊവിൻസ് വിഭജിച്ചെടുക്കുവാനിടയായി അവൻ 2 പേർ ഒരു വശത്തും 2 പേർ മറ്റു വശത്തും നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത് ഹല്ലേലൂയ മച്ചിലിൽ കൂടെ ആ പ്രദേശം പിടിച്ചെടുത്തതായ ചരിത്രങ്ങളൊക്കെ ഉള്ളതായ ഒരു സ്ഥലമാണ് ഫിലിപ്പി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ റോമൻ പടയാളികൾ, റോമൻ ഗവർണർമാരൊക്കെ റിട്ടയർഡായി അവിടെ പോയി പാർക്കുന്നതായ പ്രത്യേകമായ ഒരു റിച്ചായിട്ടുള്ള ഒരു പ്രദേശമാണ്. അത് വളരെ പ്രൗഢായിട്ട് അവർ ആ പ്രദേശത്തെ കണ്ടുവരുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെ ഫിലിപ്പിയിലേക്ക് ചെന്നു. ഇത് മക്കദോനിയയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമക്കാർ കുടിയേറി പാർത്തതുമാകുന്നു. റോമക്കാർ അവിടെ കുടിയേറി പാർത്ത സ്ഥലമാണ്. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. അവിടെ വെച്ചാണ് അവൻ ദൈവത്തിന്റെ ആത്മാവ് ബുദ്ധിയായിട്ട് ഹൃദയം തുറക്കുവാനിടയായിട്ടുണ്ട്. അവൻ ഹല്ലേലൂയ നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന പാർപ്പിനെന്ന് അവൾ അപ്പോസ്തലനോടും പൗലോസിനോടും കൂടിക്കൊണ്ടും അവൻ നിർബന്ധിക്കുവാനിടയായി. അങ്ങനെ അവിടെ പോയി പാർക്കുവാനും അവിടെ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുവാനുള്ള അവസരം അവർക്ക് ലഭ്യമാക്കിയതായി. യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കുന്ന ഒരു സ്ത്രീ വെളിച്ചപ്പാടത്തിൽ ലക്ഷണം പറയുന്നവൾ വാസ്തവസ്ഥലത്ത് വന്ന് തന്നെ അസഹ്യപ്പെടുത്തുമ്പോൾ അവരുടെ ഭൂതത്തെ ശാസിക്കുവാൻ ഒരു ദിവസത്തിന് അവൻ സാധ്യമായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്തു പോകുവാൻ വിട്ടുപോകുവാൻ അവരുടെ ഭൂതത്തോടെ ഒരു ദിവസം കൽപ്പിച്ചപ്പോൾ ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി തമ്മിൽ വാക്യത്തിൽ വായിക്കുന്നു. അപ്പോൾ അവളുടെ യജമാനന്മാരുടെ ലാഭം നിന്നുപോയി എന്ന് കണ്ടിട്ട് പൗലോസിനെ ശിലാസിനെ വിളിച്ച് സന്ദർശനങ്ങളിൽ കൊണ്ടുപോയി പ്രമാണികളുടെ അടുക്കൽ വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പത്മങ്ങളെ കലക്കി റോമക്കാരായ നമുക്ക് അംഗീകരിക്കാനും അനുസരിക്കാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരത്തെ അവരുടെ നേരെ ഇളക്കി അധിപതികൾ അവരുടെ വസ്ത്രം വലിച്ചു ഉയർന്നു കോൽക്കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടിവിശേഷം തടവിലാക്കി കാരാഗ്രഹത്തിൽ പ്രമാണികളുടെ അവരുടെ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിച്ചു. ഇങ്ങനെ കൽപ്പന കിട്ടുകയോ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിൽ ഇട്ട് കൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശിലാസും പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. ദൈവമാണ് വിളിച്ച് മാസിഡോണിയയിലേക്ക് കടന്നു പോകുവാനായിട്ട് വ്യക്തമായ ദർശനം കൊടുത്ത് വിളിച്ചുകൊണ്ട് വന്നത്. അവിടെ വന്നിട്ട് അടിയും അവൻ നഗ്നതയും പട്ടിണിയും ഒക്കെ ഏറ്റ കാലാലയത്തില് അല്ലെങ്കിൽ കുണ്ട്രയിൽ അവൻ ഇരുട്ടറയിൽ കിടക്കുമ്പോൾ നമ്മളൊക്കെയാണെങ്കിൽ വിചാരിക്കും ഇതിനാണോ ദൈവം ഇങ്ങോട്ടേക്ക് അവൻ ഞങ്ങളെ അയച്ചത്, വിളിച്ചതിനാണോ നമ്മളോട് സംസാരിച്ചത് എന്നൊക്കെയുള്ള ചിന്തകൾ നമുക്കുണ്ടാവും. എവിടെയെങ്കിലും ചൂടുകൂടി കിടന്ന് ഉറങ്ങുവാനായിട്ട് പരിശ്രമിക്കും. എന്നാൽ പൗലോസിനും ശിലാസിനും വ്യക്തമായി അവരെ കുറിച്ചുള്ള ദൈവികമായ വെളിവിനെ അറിയാമായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമാവാണ് ഇങ്ങോട്ട് അയച്ചത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ അത് നല്ല മനോഹരമായ പുഷ്പങ്ങൾ കൊണ്ടുവന്നതായ പട്ടുവത്തിയല്ല, അത് മുള്ളുകളുള്ളതാണ്. അതിൽ വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. നിങ്ങൾ അനേക കച്ചവടങ്ങളിൽ ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാകുന്നുവെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന പൗലോസിനും ശിലാസിനും ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഹല്ലേലൂയ അവർ കാലാകച്ച ഇരുട്ടറയിൽ കിടന്ന് മൂലയ്ക്ക് കിടന്ന് ഒതുങ്ങി ഉറങ്ങുവാനുള്ള മറ്റുള്ളവരെ പോലെ മറ്റുള്ളവരെ പോലെ ഉറങ്ങുവാനുള്ള അവർ പരിശ്രമിച്ചു വായിച്ച് അവർ രാത്രിയിൽ ദൈവസ്ഥയിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. വ്യത്യസ്തമായ ഒരു അനുഭവം ആദ്യമായി കാരാഗ്രഹത്തിൽ നടക്കുകയാണെന്ന് ചിന്തിക്കുകയാണ്. ഇതുവരെ അങ്ങനെ അല്ലെങ്കിൽ രാത്രിയിൽ നിന്ന് കാരാഗ്രഹത്തിൽ അടിമകളാകുന്ന കൊലയാളികൾ അല്ലെങ്കിൽ കവർച്ചക്കാർ അല്ലെങ്കിൽ ക്രൂരന്മാരായിരിക്കുന്ന
പിടിച്ചു വയ്ക്കാതെ ഹല്ലേലൂയ ആരും അങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ളതായ സമയം കണ്ടെത്തിയിട്ടുണ്ടാവുകയില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ പ്രാപിച്ചതായ ദൈവത്തിന്റെ അഭിഷേകന്മാർ കാരാഗൃഹത്തിൽ രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ഇതുവരെയും കാരാഗൃഹത്തിൽ നടക്കാത്ത ചില സംഭവ വികാസങ്ങൾ അവിടെ നടമാടുവാനിടയായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളക്കുവാനിടയായി. ഹല്ലേലൂയ കൈകാലുകൾ ആപത്തുകൊണ്ട് മുട്ടിലായ പൗലോസിന്റെയും ശീലാസിന്റെയും മാത്രമല്ല ആ കാരാഗൃഹത്തിലുണ്ടായ സകല ഭക്തന്മാരുടെയും ചങ്ങലകൾ അഴിഞ്ഞു